സ്റ്റോറി ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സ്റ്റോറി വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ടൂളാണെന്നുള്ളതാണ് നമ്മളൊക്കെ ഗൂഗിൾ ജെമിനി AI എന്ന AI ടൂൾ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്ത ആദ്യം ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് എവിടെ നിന്നാണ് നമുക്കിത് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഞാൻ ക്രിയേറ്റ് ചെയ്ത 1-2 മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു രൂപം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്ത ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ പ്രോംപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. എന്നാലും അത് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ഒരു രീതിയിൽ ഔട്ട്പുട്ടിൽ നമുക്ക് നല്ല രസകരമായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറി ബുക്ക്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ എൻ്റെ പേരിനെ വെച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു സ്റ്റോറി ബുക്കായിരുന്നു. അപ്പം 10-15ഓളം പേജ് നമുക്ക് ഇതിൽ കിട്ടും. അതിൽ റൈറ്റ് സൈഡിൽ ആ സ്റ്റോറി ഉണ്ടാവും, കണ്ടന്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. ആ പിക്ചേഴ്സൊക്കെ നമുക്ക് എങ്ങനെ വേണം, എന്താവണം എന്ന് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏതെങ്കിലും ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഫോട്ടോക്ക് വെച്ചിട്ട് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ കാരിക്കേച്ചറിൽ കാർട്ടൂൺ ബേസ് ആക്കിയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലൊക്കെ അതേ രീതിയിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. ഞാനതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, പിന്നെ ഈ ലഭിച്ചു കഴിയുന്ന പിന്നെ ഈ സ്റ്റോറി ബുക്ക് നമുക്ക് പിന്നെ PDF ആയിട്ട് പ്രിന്റ് ചെയ്യാം. PDF ആയിട്ട് കിട്ടും. ഓക്കെ, ഈ പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ലഭ്യമാകും. അത് നമുക്ക് എവിടെ ഷെയർ ചെയ്യേണ്ടത് നമുക്കവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം ഈ പറയുന്ന ഇതിലുള്ള കണ്ടന്റ് ഇത് നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തരാനൊക്കെ പറ്റും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ലിസൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അത് വായിച്ചു തരുന്നതായിരിക്കും. ഇതാണ് സുഹൈൽ പോസ്റ്ററിനായി നല്ല വാക്കുകൾ എഴുതി എന്നൊക്കെ പറഞ്ഞ് ഒരു വായിക്കുന്നുണ്ട്, വായിച്ചു തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇനി അതിന്റെ ഫീമെയിൽ വേർഷനും മെയിൽ വേർഷനും ഉണ്ട്. ഇപ്പൊ ഫീമെയിൽ വേർഷനാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇനി അതിന്റെ മെയിൽ വേർഷനാണ്. ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെയിൽ വേർഷനിലുള്ള വോയിസ് ആണ് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട്. എനിവേ, ഇതാണ് പിന്നെ ഒരു സ്റ്റോറിയുടെ ഒരു മലയാളത്തിൽ എഴുതിയ ഒരു ഫസ്റ്റ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു സംഗതിയായിരുന്നു. ഇനി അതിൽ തന്നെ നമുക്ക് പിന്നെ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ തന്നെ ഏത് രീതിയിലും നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തൊരു സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ കുട്ടികളുടെ പേരും ഫോട്ടോയുടെ കൊടുത്ത് ഫസ്റ്റ് ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ അതിൽ കിട്ടിയിട്ടില്ല. എന്നാലും ഒരു 3D സൈസിലുള്ള കുട്ടികളുടെ ഒരു സംഭവം എനിക്ക് അതിൽ ഒത്തു കിട്ടിയിട്ടുണ്ട്. അപ്പം കുട്ടിയുടെ പേര് കൊടുത്തു, പിന്നെ അത് ഫോട്ടോ അപ്ലോഡ് ചെയ്തു. പക്ഷെ അക്യുറേറ്റ് ആയിട്ടില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ഒത്തു കിട്ടുന്ന ഒരു 3D ലെവലല്ലേ. അപ്പോൾ ആ രീതിയിൽ നല്ല അടിപൊളി പിക്ചറൊക്കെ ഒത്തു കിട്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായ പിക്ചേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സ്റ്റോറി ബുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിലും ഈ ഒരു പുസ്തകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഓർഡറായിട്ടുള്ള ആളുടെ പേരൊക്കെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ജെമിനി ഇതിലാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ അപ്പം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബാറിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സ്റ്റോറി ബുക്ക് എന്ന് കാണാൻ പറ്റും. അത് ഒരിക്കൽ യൂസ് ചെയ്താൽ ഇവിടെ സ്ഥിരമായിട്ട് കാണും. ഇനി ഇത് കാണാത്തവർക്ക് എക്സ്പ്ലോർ ജെംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നെ സ്റ്റോറി ബുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് തീം എന്ന് വെച്ചാൽ അടിച്ചു വെച്ചാൽ മതി. ക്രിയേറ്റ് ഇതാണ് ഞാനിപ്പം ക്രിയേറ്റ് സ്റ്റോറി ബുക്ക് ഇൻ മലയാളം എന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ അടിച്ചു കൊടുത്താൽ അത് ഏത് കാറ്റഗറി ഉള്ളതാണെന്ന് ചോദിക്കും സ്വാഭാവികമായിട്ട്. അപ്പം 4 ഗ്രേഡ്
1 സ്റ്റുഡൻസ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷനും ചോദിക്കുക അവിടെ എന്താണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ നമുക്കത് എന്താക്കാം, കോമിക് ആക്കാമെന്ന് പറയാം. കോമിക് 3D പിക്ചറാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ച് ആ രീതിയിൽ സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ വേണ്ടത് ഓതർ നെയിം. ഒരുപക്ഷെ നമ്മൾ എന്താണോ മെയിൽ ഐ ഡി ഉള്ളത് ആ മെയിൽ ഐ ഡിയിലായിരിക്കും പേരായിട്ട് വരിക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഓതർ നെയിം എന്താണ് വേണ്ടത്, അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, സുഹൈൽ മേൽമുറി എന്നുള്ള എൻ്റെ പേരും കൊടുക്കുകയാണ്. അപ്പോൾ ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അവിടെ ഓതർ നെയിം ആയിട്ട് വരിക. ഓതർ നെയിം എല്ലാ പേജിലും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളത്തിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി തീം ചോദിക്കും. അപ്പം തീം എന്താണ് സേവ് ദി നേച്ചർ എന്ന് കൊടുത്തോക്കാം നമുക്ക്. സേവ് ദി നേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു തീമിലുള്ള ഒരു സ്റ്റോറിയാണ് വേണ്ടത് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത് പുസ്തകം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും അത് ആയി വരാൻ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആയി കഴിഞ്ഞ് ലോഡായി വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. നമുക്കത് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഒരു 12-13 പേജാണ് ഏകദേശം ഈ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള പിക്ചേഴ്സ് മാത്രമല്ല, ഇതിൽ കാണുന്ന പിക്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് AI ജനറേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ഇതിലും പുറമെ നമ്മൾ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്കിവിടെ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ പിക്ചേഴ്സൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലും അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു നമ്മുടെ പ്രോംപ്റ്റിന് ഏറ്റവും വലിയ ഘടകം. ആ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ChatGPT പോയിട്ട് നമുക്ക് സ്റ്റോറിയുടെ ഓരോ പേജിലും എന്ത് വേണം എന്ന് കണ്ടന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതേ നമ്മൾ ഉദ്ദേശിച്ച അതേ സ്ട്രക്ചറിൽ തന്നെ എല്ലാ സംഗതിയും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് പുസ്തകം ആയിട്ടുണ്ട്. ഓക്കെ, ഇതാ പ്രകൃതിയുടെ കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പുസ്തകം റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ആമിയും അവരുടെ അനിയൻ ആദമും. ഓക്കെ, ഇതാണ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് എന്തായിട്ടുണ്ട്, പുസ്തകമായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോറി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി മലയാളത്തിലോ അറബിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാം. കണ്ടന്റ് കൊടുത്താൽ മതി, പ്രോംപ്റ്റ് ക്ലിയർ ആയി കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഉണ്ടാക്കി നമുക്ക് നല്ല രസകരമായിട്ടുള്ള സ്റ്റോറി ബുക്ക്, നമ്മുടെ പേരിലുള്ള പുസ്തകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, പുസ്തകം പ്രിന്റ് ചെയ്യാൻ പുസ്തകം ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ടൂൾ ഉപയോഗപ്പെടുത്തി പുസ്തകം ക്രിയേറ്റ് ചെയ്ത് PDF ആക്കി നമുക്കത് പ്രിന്റ് ചെയ്ത് എത്തിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് മെത്തേഡ്സുകളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ ബേസിക്കാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക, ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു.